അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ ബി.ജെ.പി. അതിനെ ഒരു പ്രചാരണ ആയുധമായി പ്രധാനമായി ഉയർത്തിക്കാട്ടുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ശശി തരൂർ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്കെതിരായി ഒരു ലേഖനം എഴുതുന്നത്. അതും മകൻ സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നടത്തിയ ക്രൂരതകളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ലേഖനം. അതാണ് പ്രധാനമായി ഇന്നത്തെ ദിവസം ചർച്ചയായിരുന്നത്. അജിം സർ, തരൂരിൻ്റെ പോക്ക് എങ്ങോട്ട് എന്നുള്ളതിൽ ഏതാണ്ടൊരു ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. പക്ഷേ തരൂരിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ, ലേഖനങ്ങളിൽ കോൺഗ്രസ് എത്രത്തോളം സമ്മർദ്ദത്തിലാവുന്നുണ്ട്? അല്ല, തരൂരിൻ്റെ പോക്ക് എങ്ങോട്ടെന്നതിനെക്കുറിച്ച് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ബി.ജെ.പിയിലോ CPM-ലോ ചേരില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു നോൺ പൊളിറ്റിക്കൽ റോഡിലേക്കായിരിക്കും ഇനി ഞാൻ പോകാൻ സാധ്യത എന്നുകൂടി അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുകയോ അദ്ദേഹം കോൺഗ്രസ് വിടുകയോ ചെയ്താൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് അർത്ഥം. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസിന് വലിയ തലവേദനയാണ്. അത് അദ്ദേഹം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം 2009 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിദേശകാര്യ സഹമന്ത്രിയായി മാറിയതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും ആദ്യത്തെ വിവാദം ഒരു കാറ്റിൽ ഗ്ലാസ് പരാമർശമായിരുന്നു. പക്ഷെ അത് ഇന്ത്യൻ ജേർണലിസ്റ്റുകൾക്ക് ഇംഗ്ലീഷ് ശൈലികളെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതുകൊണ്ടാണ് അത് വിവാദമായത് ആക്ച്വലി. പിന്നീട് അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും വിവാദം IPL-ലുമായി ബന്ധപ്പെട്ടാണ്. IPL-ൻ്റെ കൊച്ചി ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഗേൾ ഫ്രണ്ടായിരുന്ന സുനന്ദ പുഷ്കറിന് സ്വെറ്റ് ഷെയർ കിട്ടി. അത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം മൂലമാണ്, അത് അഴിമതിയാണെന്ന ആരോപണം വരികയും പിന്നീട് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു. പിന്നീട് നാം കാണുന്നത് സുനന്ദ പുഷ്കർ അദ്ദേഹം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിൻ്റെ നിലപാടുകൾ കുറേ കൂടി കോൺഗ്രസ്സിന് ബുദ്ധിമുട്ടായി മാറുന്നത്. 2014 ജനുവരിയിലാണ് സുനന്ദ പുഷ്കർ മരിക്കുന്നത്. 2014 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മെയ് മാസത്തിൽ മോദി അധികാരത്തിൽ വരുന്നു. മോദി അധികാരത്തിൽ വന്നിട്ട് മോദി ആദ്യമായി പ്രഖ്യാപിച്ചത് സ്വച്ഛ് ഭാരത് അഭിയാനാണ്. അദ്ദേഹത്തിൻ്റെതായൊരു സിഗ്നേച്ചർ പ്രൊജക്റ്റായിട്ട് ആദ്യമായി അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു കോൺഗ്രസ്സുകാരൻ ശശി തരൂരാണ്. സ്വച്ഛ് ഭാരത് അഭിയാൻ അതിനെന്താ കുഴപ്പം, നല്ല പരിപാടിയല്ലേ എന്നാണ് അദ്ദേഹം. അപ്പോൾ ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്താ കുഴപ്പം എന്ന് തിരിച്ചൊരു ലോജിക്ക് ചോദിക്കാം. പക്ഷേ പൊളിറ്റിക്കൽ ലോജിക്ക് എപ്പോഴും അങ്ങനെയുള്ള നേർരേഖയിലായിരിക്കില്ല എന്ന് നമുക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കറിയാം അത് നേർരേഖയിലായിരിക്കില്ല എന്ന്. അപ്പോൾ 2014 സുനന്ദ പുഷ്കറിൻ്റെ മരണം മുതൽ ശശി തരൂർ സ്വീകരിച്ച ചില നിലപാടുകൾ, അപ്പോൾ എന്താണ്, നിഷ്കളങ്കരായ നേരെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ശശി തരൂർ അടിപൊളിയാണ്. അദ്ദേഹം വിശ്വപൗരനാണ്, നല്ല അറിവുള്ള ആളാണ്, അക്കാഡമിക്കാണ്, നന്നായിട്ട് പ്രസംഗിക്കും, എഴുതും, ഓക്സ്ഫോർഡ് ഡിക്ഷണറിക്ക് പുതിയ പദങ്ങൾ സംഭാവന ചെയ്യുന്ന ആളാണ്. അങ്ങനെ എത്രയോ വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്രമാത്രം തലവേദനയാവുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് കടന്ന് അദ്ദേഹം എവിടെ വരെ എത്തി? അദ്ദേഹം മോദിയെ പുകഴ്ത്തുന്നു. ഞാൻ പുകഴ്ത്തിയത് പ്രധാനമന്ത്രിയല്ലേ? പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത് രാജ്യത്തിന് വേണ്ടിയല്ലേ? അപ്പോൾ നാഷൻ ഫസ്റ്റ് എന്നുള്ളതാണോ അദ്ദേഹത്തിൻ്റെ നിലപാട്, അതല്ല മോദി ഫസ്റ്റ് എന്നുള്ളതാണെന്നുള്ളതാണ് തിരിച്ച് ഖർഗെ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ എത്രയോ ഉദാഹരണം അദ്ദേഹം സ്വന്തം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ന് വിവാദമാവുന്ന അദ്ദേഹം എഴുതിയ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനമാണ്. ആ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നല്ല ലേഖനമാണ്, അതിലൊരു കുഴപ്പവും അതിലില്ല. കാരണം 75 മുതൽ 77 വരെയുള്ള 21 മാസം നമ്മുടെ രാജ്യം എങ്ങനെയാണ് കടന്നുപോയത്, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എത്രമാത്രം ദുർബലപ്പെടുത്തി, ഒരു എന്താണ് മജോറിറ്റേറിയൻ ഭരണകൂടം ഇങ്ങനെ ഒരു സ്ട്രോങ് മാൻ ഇമേജോടുകൂടി പ്രവർത്തിച്ചാൽ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ചെറിയ ലേഖനമാണത്. അതിൽ അദ്ദേഹം സഞ്ജയ് ഗാന്ധി നടപ്പാക്കിയ ഫോഴ്സ്ഫുൾ വാസക്ടമിയെക്കുറിച്ച് വിമർശിക്കുന്നു, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയതിനെ പറ്റി വിമർശിക്കുന്നു. ഒരു അടിയന്തരാവസ്ഥയെ പറ്റി എഴുതാൻ കഴിയുന്ന വളരെ ശക്തമായൊരു ലേഖനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം, അത് എവിടെയാണ് പ്രശ്നമാകുന്നത് ചോദിച്ചാൽ, അദ്ദേഹം അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഈ ഓർമ്മകൾ, ഈ 21 മാസത്തെ ഓർമ്മകൾ ഇന്നത്തെ കാലത്തെ ഒരു ജനാധിപത്യവാദിയെ വിജിലൻ്റാക്കി നിർത്തണം. എങ്ങനെയാണ് ഒരു അതിമാനുഷ ഇമേജോടുകൂടിയ ഒരാൾക്ക് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് ഓർമ്മ നമുക്ക് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവിടെ ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിലുണ്ട് എന്നും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ എങ്ങനെ ദുർബലമാകുന്നുവെന്നും അവിടെ നാം എത്രമാത്രം വിജിലൻ്റ് ആയിരിക്കണമെന്നും ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയേക്കാൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ
എങ്ങനെ കൂടുതൽ അപകടകരമാവുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിക്കണമായിരുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിൽ. പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ടല്ല ലേഖനം എഴുതുന്നത്. അദ്ദേഹം കോൺഗ്രസ് എം പി ആയിരിക്കെ തന്നെ അദ്ദേഹം ഒരു അക്കാഡമിക് താല്പര്യത്തോടെ എഴുതുന്നു. പക്ഷെ ഒരിക്കലും ഇന്നത്തെ അതിൽ വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നം, അതിൽ ഏറ്റവും ഗ്ലെയറിംഗ് ആയിട്ടുള്ള പ്രശ്നം, ആ ലേഖനം അവസാനിപ്പിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 1975 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തേക്കാൾ ഇന്ന് നാം ജനാധിപത്യപരമായി കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അത് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എങ്ങനെയാണ് ഈ 3 ടൈമിലെ മോദി സർക്കാരിനെ അദ്ദേഹത്തിന് പുകഴ്ത്താൻ കഴിയുക? ഇത്രയും മനോഹരമായ വാക്കുകൾ വേറെ രീതിയിൽ പുകഴ്ത്താൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് തലവേദനയാണ്. ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം BJP-യിൽ ചേരുമെന്നുള്ളത്. കാരണം അദ്ദേഹം BJP-യിൽ ചേർന്നാൽ അദ്ദേഹത്തിന് നിലവിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഇല്ലാതാവും. ഇതുവരെ അദ്ദേഹം എഴുതിയതും പറഞ്ഞതുമായ പല കാര്യങ്ങളും റദ്ദാക്കപ്പെടും. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഹിന്ദുയിസത്തെക്കുറിച്ച്, അതിൻ്റെ സ്പിരിച്വൽ ഡൊമൈനെക്കുറിച്ച്, അതിൻ്റെ പ്ലൂറലിസത്തെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിച്ച ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം ഹിന്ദുത്വ എന്ന ഐഡിയോളജിയെ കീറിമുറുക്കുകയാണ്. എങ്ങനെയാണ് ഹിന്ദുത്വ എന്ന ഒരു ഐഡിയോളജി ഹിന്ദു എന്നൊരു റിലീജിയനെ ചവിട്ടിത്താഴ്ത്തുകയും അതിന് മുകളിൽ അതിന് നാഷണലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവരികയും അത് ഹിന്ദുയിസത്തിൻ്റെ തന്നെ പ്ലൂറലിസത്തിനും അതിൻ്റെ സ്പിരിച്വാലിറ്റിക്ക് എതിരാവുന്നത് എങ്ങനെയാണെന്നുള്ള വിശദമായ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ പാർട്ടിയിൽ ചേരുക എന്നുള്ളത് അദ്ദേഹത്തിന് ആലോചിച്ചാലും പ്രശ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ BJP-യിൽ ചേരില്ല എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിക്കാൻ കഴിയും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടല്ല, നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം അകത്ത് നിന്നുകൊണ്ടാണ് ആ പരിക്കുകൾ ഏൽപ്പിക്കുക. അദ്ദേഹം അകത്ത് നിൽക്കുന്തോറും കോൺഗ്രസ് അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മൾ ശരിക്കും അന്വേഷിക്കുന്നത്. എന്തിനാണ് തരൂർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തരൂർ ഏതായാലും കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം ഇന്ത്യ എന്ന ദേശീയതയുടെ പ്രത്യയശാസ്ത്രമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അതിൽ ജോയിൻ ചെയ്തത്. അത് മനസ്സിലാക്കാതെ അതിൽ ജോയിൻ ചെയ്ത ഒരാളൊന്നുമല്ല. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കിയ അതേ കോൺഗ്രസ്സിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. അതേ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് എന്തെങ്കിലും കൂടുതൽ ഉൾക്കാഴ്ചയോ ഇൻസൈറ്റോ ഉണ്ടായോ? കോൺഗ്രസിൻ്റെ ഐഡിയോളജി മോശമാണെന്നോ, അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ തന്നെ ഐഡിയോളജിയാണ്, അതിലവർക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, ഇനി അവർ അധികാരത്തിൽ വന്നാൽ ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രസിഡന്റിലാകുന്ന അറിയില്ല. നെഹ്റു കുടുംബത്തെയും ഇന്ദിരയും സഞ്ജയ് ഗാന്ധിയും വിമർശിക്കുന്നതെന്ന് അറിയില്ല. അതല്ല ഇനി അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ഈ ഘടനാപരമായ പ്രശ്നങ്ങൾ, ഇപ്പോൾ പാർട്ടിക്കകത്ത് നെഹ്റു ഫാമിലിയുടെ ഒരു ഹോൾഡ് ഉണ്ട്, അതിനെതിരെയാണല്ലോ ഖാർഗെക്കെതിരെ അദ്ദേഹം മത്സരിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെങ്കിൽ ഇപ്പോൾ നെഹ്റു ഫാമിലി അല്ല KPC അധ്യക്ഷൻ അല്ല AICC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നെഹ്റു ഫാമിലിയിൽ നിന്നല്ല. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. കുറേ കൂടി ഡെമോക്രാറ്റിക്കായിട്ട് അതിൽ തിരഞ്ഞെടുപ്പ് നടക്കണം, നെഹ്റു ഫാമിലിയുടെ പിന്തുണയുള്ളവർ മാത്രം ജയിക്കുന്ന രീതി മാറണം, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞ് പാർട്ടിക്കകത്തൊരു ഫൈറ്റ് നടത്തുന്നത്. ഇത് അദ്ദേഹം അതൊന്നുമല്ല ചെയ്യുന്നത്. പാർട്ടിക്കകത്ത് നിന്നിട്ട് രാജ്യത്തെ പുകഴ്ത്തുന്നു എന്ന പേരിൽ മോദിയെ പുകഴ്ത്തുക, അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ അമേരിക്കയിൽ പോയി മോദിയുടെ അമേരിക്ക സന്ദർശനം വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു, അമേരിക്കയിൽ പോയി തിരിച്ചു വന്ന മോദിയെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തുക. അവിടെ എന്താണ് നടന്നത് നമ്മൾ കണ്ടതാണ്. ട്രംപ് മോദിയെ ക്യാമറകൾക്ക് മുന്നിലെത്തി അദ്ദേഹം സംസാരിച്ചും പെരുമാറിയതും പിന്നീടുള്ള പ്രഖ്യാപനം നാട്ടുകാർ മുഴുവൻ കണ്ടാണ്. പക്ഷെ അത് തരൂരിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ തരൂർ വളരെ കൃത്യമായി അദ്ദേഹം എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കകത്ത് നിന്ന് ചെയ്യുകയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് കോൺഗ്രസ് വിടുന്ന തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദനയായിരിക്കില്ല. പക്ഷെ അകത്ത് നിൽക്കുന്ന തരൂർ ഇനി എല്ലാ കാലത്തും കോൺഗ്രസ് തലവേദനയായിരിക്കും. നിഷാദ്, അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തരൂർ അകത്ത് നിന്നുകൊണ്ട് അതിലൊരു ശരികേടുമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഉണ്ടാകുന്ന പ്രതിസന്ധിക്ക് അപ്പുറത്ത് തരൂരിന് കോൺഗ്രസ്സുകാരല്ലാത്തൊരു ഫാൻ ബേസ് ഉണ്ടല്ലോ. അതായത് കുറച്ചുകൂടി ഇതായിട്ടുള്ള വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുള്ളൊരു ഇത്. അപ്പോൾ മോദിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ വേറൊരു രീതിയിൽ കൂടി ആളുകൾ ചിന്തിക്കില്ലേ? അത് തെരഞ്ഞെടുപ്പുകളെ കൂടി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. 2 തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തരൂരിന് കോൺഗ്രസ്സുകാരല്ലാത്ത ഫാൻ ബേസ് ഉണ്ട്, കോൺഗ്രസിനകത്ത് ഫാൻ ബേസ് ഉണ്ട്, ഹാർഡ് കോർ കോൺഗ്രസ്സുകാരല്ലാത്ത ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹം നോക്കൂ, അദ്ദേഹത്തെക്കുറിച്ച് കണ്ടുവന്ന് അദ്ദേഹം ഒരു വലിയ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തേക്ക് പ്രവേശിക്കുകയും BJP എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ സംഘടനയ്ക്ക് എതിർപക്ഷത്ത് നിലകൊള്ളുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആരാധനയോടെ കാണുന്ന മതനിരപേക്ഷ സമൂഹമുണ്ട്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് രാഷ്ട്രീയത്തെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചവർ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടവർ. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെ ഒരു മതനിരപേക്ഷ പക്ഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന നിലയ്ക്കൊരു റെസ്പെക്റ്റ് അദ്ദേഹത്തിലുള്ളവരുണ്ട്. ആ കൂട്ടത്തെ ഇപ്പോൾ ഒപ്പം ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ അവഗണിച്ചാൽ പോലും കോൺഗ്രസിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുകയും നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷനെതിരായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ കിട്ടിയിരുന്ന ഒരു വലിയ ബേസ് ഉണ്ടല്ലോ, അതിപ്പോൾ കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ എനിക്ക് സംശയമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ അത്ഭുതത്തോടെയും
ചിലപ്പോൾ പരിഹാസത്തോടെയും അവഗണനാ മനോഭാവത്തോടെയും കാണാൻ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ആൻഡ് സിമ്പതൈസേഴ്സ് ഫോളോവേഴ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തരൂർ ഇപ്പോഴും കരുത്തരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്തെല്ലാം തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിനെന്ത് വാല്യൂ അവിടെ കിട്ടുന്നുണ്ട്? ഞാൻ മുഖ്യമന്ത്രിയാവാൻ അർഹനാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 2 വർഷം മുമ്പ് കിട്ടിയിരുന്ന ഒരു കയ്യടിയുണ്ടല്ലോ. അദ്ദേഹം ശിഹാബ് തങ്ങളെ കാണാൻ പോകുന്നു, അദ്ദേഹം പെരുന്നയിൽ പോകുന്നു, അദ്ദേഹം നടത്തിക്കൊണ്ടുന്ന ഒരു യാത്രയ്ക്ക് പൊതുവേ കേരളത്തിൽ കിട്ടിയ ഒരു സ്വീകാര്യതയും ഗൗരവവും ഉണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം പുതിയ സർവേ പങ്കുവയ്ക്കുമ്പോൾ ആളുകൾ അതിനെ ഗൗനിക്കുന്നുണ്ടോ? കോൺഗ്രസ്സുകാർ ഗൗനിക്കുന്നില്ലെന്നാൽ പോട്ടെ, ആളുകൾ ഗൗനിക്കുന്നില്ല. അപ്പോൾ തരൂർ വേറെന്തോ ഒരു പ്ലാനിൽ കളിക്കുകയാണെന്ന് മലയാളികൾക്ക് പൊതുവേ മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് BJP-ക്കാർ കൈയടിക്കുന്നില്ല, ബാക്കി ആരും അദ്ദേഹത്തിന് കൈയടിക്കുന്നെന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ തരൂരിൻ്റെ മുമ്പിലുള്ള തരൂര് നമ്മൾ കാണേണ്ട കാര്യം, തരൂർ വലിയൊരു പദവിയിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ജയിക്കുന്നു, അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു കസേര കിട്ടുന്നു. ഒരു കസേരയിൽ നിന്ന് അടുത്ത കസേരയിലേക്ക്. അധിക രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല, വരുന്നു, മത്സരിക്കുന്നു, ആളുകൾ അദ്ദേഹത്തെ വീരാരാധനയോടെ വിജയിപ്പിക്കുന്നു. പണിയെടുത്തിട്ടൊന്നുമല്ല, അത് നമ്മൾ കാണണം. കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കുക, അതിങ്ങനെ പണിയെടുത്ത് ജയിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇങ്ങോട്ട് അധികാരത്തിലേ ഇരുന്നു. ഇപ്പോഴാണ് അധികാരം 2-3 തവണ അടുപ്പിച്ച് പോകാൻ തുടങ്ങിയത്. അപ്പോൾ പണിയെടുത്ത് തിരിച്ചു വരിക എന്നുള്ളത് അതിൻ്റെ ജീനിലുള്ള കാര്യമല്ല. അതിനറിയത്തില്ല എങ്ങനെ പണിയെടുക്കേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടത്? സമരം സംഘടിപ്പിക്കണോ, അതോ ഇനിയിപ്പോൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ? അതിന് ഒരു വ്യക്തതയില്ല. നമ്മൾ ആർക്കെതിരെ എന്ത് സംസാരിക്കണം, നമ്മുടെ പൊളിറ്റിക്സ് എന്താണ്, ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഗതി പിടിക്കാൻ പറ്റാത്തത്. അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയങ്ക ഖാർഗെ പോലുള്ള ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പണിയെടുത്ത് അധികാരത്തിൽ വരിക, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കുക. അങ്ങനെ സംസ്കാരമില്ലാത്തൊരു പാർട്ടിയിൽ UN-ലെ ഉന്നത പദവിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ സ്വാഭാവികമായും ജയിച്ചു പോയ കസേര കിട്ടി, ഇപ്പോൾ കസേരയില്ല. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇനിയും വേണ്ടത് അധികാരത്തിലിരിക്കുന്ന എന്നെ ആരാധിക്കുന്ന ജനക്കൂട്ടത്തെയാണ് അദ്ദേഹം എപ്പോഴും സ്വപ്നം കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഇനി വേണ്ടത് എന്താണ്? ദേശീയ തലത്തിൽ അധികാരത്തിൻ്റെ സാധ്യതകൾ മങ്ങുകയാണ്. കേരളത്തിലാണെങ്കിൽ ഇനി തിരിച്ചുവരവിന് ലീഡർഷിപ്പിൻ്റെ ഇഷ്യൂ കൊണ്ട് തോറ്റുപോയി എന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്. അപ്പം ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നാൽ എനിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. എന്നെ മുന്നിൽ നിർത്തൂ, എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കൂ, ഇനി ഒരു ഘട്ടം കൂടെ കഴിഞ്ഞ് എന്നെ മുഖ്യമന്ത്രിയാക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എനിക്ക് ആ ഓഫർ തരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിന് പോകുന്ന സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ഇതൊരു തരം സമ്മർദ്ദം കൊടുക്കുകയാണ് കോൺഗ്രസ്സിന്. അദ്ദേഹം ഒരു ഡിമാൻഡ് മുന്നിൽ വെച്ചിട്ട് ഒരു സമ്മർദ്ദം എടുക്കുകയാണ്. ഞാൻ പഹൽഗാമുമായി ബന്ധപ്പെട്ട് തുറന്നു വന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യയുടെ പ്രചാരകൻ, അതും കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ മോദിയുടെ പ്രചാരകനായി മാറും. നിങ്ങളുടെ പഴയ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. BJP രാജ്യമൊട്ടാകെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ പാർട്ടാവുകയാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹം പറയാണ്, എന്നൊരു സർവേയും കൂടെ പങ്കുവയ്ക്കുന്നു. ആ സർവേയുടെ പിന്നാമ്പുറം പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ തന്നെ കോൺഗ്രസ് സൈബർ പേജുകളിലൊക്കെ തന്നെ സർവേ അദ്ദേഹത്തിന് തന്നെ എന്താ പറയുക, ആളുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിനകത്ത് നിന്ന് വന്നിരിക്കുന്ന സർവേ ആണെന്നുള്ളതിൻ്റെ ഡിസെക്ഷൻ നോട്ടൊക്കെ പുറത്ത് ആദ്യത്തെ സർവേ ആദ്യത്തെ സംഭവമാണത്. വേറെ സർവേ നടത്തിയിട്ടില്ല. 3 മാസം മുമ്പ് രൂപീകരിച്ച വെബ്സൈറ്റാണ്. അതാ, ഒരു പ്രൊഫഷണൽ സംവിധാനമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒന്ന്, എന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാനുള്ള ഉറപ്പ് തരുമോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നുള്ള സന്ദേശം. അപ്പോൾ അദ്ദേഹം നേരത്തെ അജ്യൂസ് പറഞ്ഞു, അതായത് ഇനിയിപ്പോൾ ഒരു പൊളിറ്റിക്കൽ അല്ലാത്തൊരു പരിപാടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്തകൾ കേട്ടു, BJP അദ്ദേഹത്തെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തൊരു ഒഫീഷ്യലിൻ്റെ ചുമതലയിലേക്ക് ഏൽപ്പിക്കാനുള്ള ചില പ്ലാനിൽ ആലോചനയിലാണ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് BJP-യുമായി ചേരാനുള്ള എല്ലാ വിടവുകളും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതുന്ന ആൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന പൗരാവകാശ നിഷേധങ്ങളെക്കുറിച്ച് ഒരു വേദനയുമില്ലാത്ത ആളായി മാറിയിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, പഹൽഗാമിൽ ആക്രമണം നടത്തിയ 4 ഭീകരർ എവിടെ പോയി എന്ന് ചോദിക്കാൻ കഴിയാത്ത ആളായിരിക്കുന്നു. സെക്യൂരിറ്റി ലാപ്സിനെക്കുറിച്ച്, IB വീഴ്ചയെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പഴയ അവകാശവാദങ്ങൾ എവിടെയെന്നാണല്ലോ കോൺഗ്രസ്സുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും അദ്ദേഹത്തിന് ചോദിക്കേണ്ട. അപ്പോൾ അദ്ദേഹവും BJP-യും തമ്മിലുള്ള അകലം ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. ഇനി മെമ്പർഷിപ്പിൻ്റെ അകലം മാത്രമേ ഉള്ളതാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന് വസ്തുതയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കാലഘട്ടത്തെക്കുറിച്ചുള്ള എഴുത്താണ്. സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് എല്ലാവരും ഓർക്കേണ്ടതും പറയേണ്ടതുമാണ്. ആ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ സർക്കാരിനെ കാണാൻ കഴിയും. സഞ്ജയ് ഗാന്ധി മഹാക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മകൻ പ്രത്യേകിച്ച് വലിയ പദവിയൊന്നും ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന പ്രിവിലേജ് എടുത്തുകൊണ്ട് 83 ലക്ഷം മനുഷ്യരെയാണ് ഈ പറയുന്ന വന്ധ്യംകരിച്ച് കളഞ്ഞത്. അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും നിർബന്ധിതമായി വന്ധ്യംകരിക്കുകയായിരുന്നു എന്ന് ഷാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. വഴിയുന്ന ആൾക്കാരെയൊക്കെ ട്രക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ദരിദ്രരായ ആളുകളെ, ദലിതരെ, എതിർത്ത് സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യരെ, യുവാക്കളെ, എത്ര മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ജീവിതമോഹങ്ങൾക്കും മേലെയാണ് അയാൾ വണ്ടി കയറ്റി ഇറക്കിയെന്നറിയാമോ? 83 ലക്ഷം പേര്. പിന്നെ അയാൾക്ക് തോന്നുന്നു അന്ന് 66 കോടി എങ്ങാണ്ടേ ആകെയുള്ളൂ പോപ്പുലേഷൻ, അത് തന്നെ കൂടുതലാണെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. പിന്നെ നമുക്ക് നഗരങ്ങൾക്കൊന്നും സൗന്ദര്യം പോരാന്ന് ഇദ്ദേഹത്തിൻ്റെ രാവിലെ തോന്നുമ്പോൾ ഇദ്ദേഹം ഒരു നഗര സൗന്ദര്യവൽക്കരണ പരിപാടി, അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിക്കുക, എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് അവരെ കൊണ്ട് എവിടെയെങ്കിലും തള്ളുക.
ഇത് നടന്നാണ് പൗരാവകാശ ലംഘനങ്ങളുടെ, ആളുകളെ ജയിലിൽ അടയ്ക്കുന്നതിൻ്റെ, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിൻ്റെ, പാവപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ, ദരിദ്രരായ മനുഷ്യനെ നിർബന്ധിതമായി കൊണ്ടുപോയി വന്ധ്യംകരിച്ചതിൻ്റെ ഭയാനകമായ ഒരു കാലഘട്ടം കടന്നാണ് നാം വന്നത്. അത് ഓർത്തിരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ന്യായീകരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. അതുകൊണ്ട് തരൂർ ഈ പറഞ്ഞത് പാർട്ടിയെ അവമതിക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് പറയുന്ന തരൂരിനൊരു ബാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ എന്തുമാത്രം പൗരാവകാശ ലംഘനം നടക്കുന്നുണ്ട്, എത്ര അക്കാഡമിഷ്യന്മാർ, എത്ര പൗരാവകാശ പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നുണ്ടെന്നുള്ള കണക്കെടുത്ത് നോക്കാൻ അദ്ദേഹം എല്ലാം ഡേറ്റ പ്രസിദ്ധീകരിക്കുന്നതാണ്. നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു, അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ തരൂർ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആ സമ്മർദ്ദത്തിന് ഞാൻ പറയാം, എൻ്റെ അഭിപ്രായം, ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട കാര്യമേ കോൺഗ്രസ്സിനില്ല. കേരളത്തിലെ കോൺഗ്രസ് ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. കാരണം CPM അവിടെ 6 ഏക്കർക്കെതിരെ സമരം നടത്തുമ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അവിടെ BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയാണല്ലോ എന്നൊക്കെ കേരള പൊളിറ്റിക്സ് സംസാരിക്കും. കേരള പൊളിറ്റിക്സിൽ ഈ BJP അനുഭാവം പോലുള്ള സംഗതികൾ വളരെ ആൾക്കാർ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നതാണല്ലോ. അതുണ്ടാക്കുമെങ്കിലും തരൂരിനെ സമ്പൂർണ്ണമായും അവഗണിക്കലാണ് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജി. തരൂർ ഇറങ്ങിപ്പോയാലും തരൂരിനെ പുറത്താക്കിയിട്ട് രക്തസാക്ഷി പരിവേഷത്തിൽ പോകാൻ അദ്ദേഹം നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ. അതിനും വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ആദ്യമൊക്കെ KV തോമസിനോട് സ്വീകരിച്ചൊരു സമീപനം മൈൻഡ് ചെയ്യാതിരിക്കുക. അദ്ദേഹം എന്ത് വെച്ചാൽ പറയുമോ, ലേഖനം പ്രസിദ്ധീകരിക്കുകയോ ചെയ്യട്ടെ. കാരണം എന്താ പറയുക, ഞാൻ പറയാൻ കാര്യം അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നത് കൊണ്ട് കോൺഗ്രസിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം തരൂർ അദ്ദേഹത്തിൻ്റെ വില സ്വയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം വില ഇടിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ PV അൻവറൊക്കെ ഇപ്പോൾ കാണിക്കുന്നില്ലേ. അൻവറൊക്കെ ഏറ്റവും അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വയം വിലയിടിക്കുന്ന മനുഷ്യരെ സ്വയം നിന്ന് ഇടിയാൻ നമ്മൾ സമ്മതിച്ച് മാറി നിന്ന് കൊടുക്കുക. അവർ സ്വയം ഇടിഞ്ഞോളും. കാരണം കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പിന്തുണ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കസേരയിലിരുന്ന മനുഷ്യൻ ഇവിടെ ഇറങ്ങി വന്ന് കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ, മതരാഷ്ട്ര സിദ്ധാന്തത്തിനെതിരെ പോരാടുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട്. അല്ലാതെ തരൂർ കാണാൻ നല്ല രസമുള്ള, നീളൻ മുടിയുള്ള, നല്ല ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ അദ്ദേഹത്തെ സ്നേഹിച്ച് കളയാം എന്നതിൻ്റെ പേരിലേ അല്ല അദ്ദേഹത്തെ മലയാളി സ്നേഹിക്കുന്നത്. അങ്ങനെ കുറേ വോട്ട് കിട്ടും. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അപ്പർ ക്ലാസ് ഇത് വെച്ച് കിട്ടുന്ന കുറച്ച് വോട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തെ വിജയിപ്പിച്ച മനുഷ്യർ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് തരൂരിൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്സിൻ്റെ ആ കൃത്യത എന്ന് ചോർന്നു പോകുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുണയും ചോരും. അതുകൊണ്ട് കോൺഗ്രസിന് ആത്മവിശ്വാസത്തോടെ ഈ മനുഷ്യനെ അവഗണിക്കാം എന്നാണ് ഞാൻ പറയുക. ഒപ്പമില്ല, ഒപ്പമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കണം, അല്ലെങ്കിൽ പോട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന കോൺഫിഡൻസ് ലെവലിലേക്ക് കോൺഗ്രസിന് എത്തുന്നൊരു തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.